ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത് നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാച്ചാണ് ബംഗളൂരു എഫ് അതുപോലെ തന്നെ മുംബൈ സിറ്റി മാച്ച്. ഈ ഒരു മാച്ചിൽ മുംബൈ സിറ്റിക്ക് സമനിലയോ അതോ വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് കയറാൻ സാധിക്കും. ബട്ട് ബംഗളൂരു എഫ് വിജയിച്ചാൽ കയറാൻ പോകുന്നത് നമ്മുടെ ഒഡീഷ എഫ് ആയിരിക്കും. അതായത് മുംബൈ സിറ്റിക്കും ഒഡീഷ എഫ് ഒരേ പോയിൻ്റ് ആണെങ്കിൽ പോലും ഗോൾ ഡിഫറൻസിൽ വലിയൊരു മാർജിന് മുന്നിലാണ് നമ്മുടെ ഒഡീഷ എഫ് എന്ന് തന്നെ പറയണം. സോ ആ ഒരു സാഹചര്യത്തിൽ വളരെ ക്രൂഷ്യൽ മാച്ച് നടക്കാൻ പോകുന്ന എന്തായാലും ബംഗളൂരു എഫ് അവരുടെ സ്പോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു. സോ അവരെങ്ങനെ കളിക്കും എന്നതൊക്കെ കണ്ട് തന്നെ അറിയണം. ഇനിയും യുവതാരങ്ങളെ വെച്ച് പരീക്ഷണത്തിനാണോ ഇറങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്തായാലും ഫുൾ ടീമായിട്ട് ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു മുംബൈ സിറ്റി പോലൊരു ടീമിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ബംഗളൂരുവിന്. ഇനി ഒഡീഷ മാനേജ്മെൻറ്റൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും നല്ലവണ്ണം കളിക്കണം, ഫുൾ മെയിൻ ടീമിനെ വെച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പുള്ളിക്കൊരു അപ്ഡേറ്റാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോസെ മൊളീനെ ലക്ഷ്യമിടുന്നു എന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് മാതൃഭൂമിയാണ്. എന്തായാലും മാതൃഭൂമി മനോരമ ഇപ്പോൾ കുറച്ച് ഫേക്ക് ന്യൂസ് കൊടുക്കാൻ മിടുക്കന്മാരാണ്. എങ്കിൽ പോലും നമ്മളതൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. എന്തായാലും ഹോസെ മൊളീനയുടെ കാര്യം പറയുന്നത് എന്തായാലും സെർജിയോ ലൊബേറയ്ക്കായിട്ട് നല്ലൊരു പരിശീലകനാണ് ഹോസെ മൊളീന. കാണാൻ വലിയ രസമുള്ള ഗെയിമൊന്നും അല്ലെങ്കിൽ പോലും റിസൾട്ട് വരുന്നുണ്ട് എല്ലാ മാച്ചിലും. അദ്ദേഹം ആദ്യമായിട്ട് മോഹൻ ബഗാനെ പരിശീലിപ്പിച്ച സമയത്ത് ഇത്രയും വലിയ കളിക്കാരൊന്നും അല്ലായിരുന്നു മോഹൻ ബഗാനെ അന്നുള്ളത്. ആ ഒരു ടീമിനെ വെച്ച് അവർ കപ്പടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഹോസെ മൊളീനെ കപ്പടിച്ചു. സോ അങ്ങനെയൊക്കെ നോക്കുന്നതായിരിക്കും ടെക്നിക്കലി നല്ല കാര്യം എന്ന് പറയുന്നത്. സെർജിയോ ലൊബേറ എന്ന് പറയുന്ന കോച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള റിസോഴ്സ് കിട്ടിയാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കോച്ചാണ്. സോ എന്തായാലും സെർജിയോ ലൊബേറ എനിക്കത്ര താല്പര്യമില്ല. കാരണം സെർജിയോ ലൊബേറ സ്വന്തമാക്കണമെങ്കിൽ എഫ് കോഡ് ആദ്യത്തെ സീസൺ കഴിഞ്ഞതിന് സ്വന്തമാക്കണമായിരുന്നു, ഇപ്പോഴല്ല സ്വന്തമാക്കേണ്ടിയിരുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.